കുംഭമേളയിൽ പങ്കെടുത്തതിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ച് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മൃതസഞ്ജീവനിയാണ് ഗംഗാസ്നാനവും കുംഭമേളയുമെന്ന് ആനന്ദബോസ് ജനം ടിവിയോട് പറഞ്ഞു. അഖിൽ പാലോട്ട് മഠത്തിൻ്റെ റിപ്പോർട്ട്. ഭാരതം അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന പ്രയാഗ്രാജിൻ്റെ കുംഭമേളയ്ക്കു ശേഷം കേരളത്തിലെത്തിയ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് കുംഭമേളയിൽ പങ്കെടുത്തതിൻ്റെ വിശേഷങ്ങൾ ആദ്യമായി മലയാളത്തിലെ ഒരു ചാനലുമായി പങ്കുവയ്ക്കുകയാണ്. സർ, ജനം ടിവിയിലേക്ക് സ്വാഗതം. സർ, പ്രയാഗ്രാജ് പോയിരുന്നു, കുംഭമേളയിൽ പങ്കെടുത്തു. UP മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പോയത്. ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമായി ഞാനിതിനെ കാണുന്നു. 52 കോടിയിലധികം ജനങ്ങൾ, ഏതാണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ അവിടെ വന്നിരുന്നു. ലാർജസ്റ്റ് കോൺഗ്രിഗേഷൻ ഇൻ ദ വേൾഡ് എന്നെല്ലാവരും അഭിപ്രായപ്പെടുന്ന മേളയാണത്. അത് വെറും ഒരു മേളയല്ല, ഭാരതീയ സംസ്കാരത്തിൻ്റെ, ഭാരതീയ പൈതൃകത്തിൻ്റെ ഏറ്റവും പ്രോജ്വലമായ ഉദാത്തമായ നിദാനമാണ്, പ്രതീകമാണ് കുംഭമേള എന്ന് ഞാൻ കരുതുന്നു. മനുഷ്യനെ ഈശ്വരനുമായി ബന്ധിപ്പിക്കുന്ന ഒരു മാരുവിൽ പാലമായിട്ടാണ് ഞാൻ കുംഭമേളയെ കാണുന്നത്. കുംഭമേള ഈ 52 കോടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മുക്തിമേളയാണ്, മൃതസഞ്ജീവനി മേളയാണ്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ, ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമെന്ന് പറഞ്ഞു. ഗംഗാ മാതാവ് ഒരു വെറും നദി മാത്രമല്ല, അതൊരു വികാരമാണ്, സാംസ്കാരിക തുടിപ്പാണ്. ഫെൽറ്റ് ഇൻ ദ ബ്ലഡ് ആൻഡ് ഫെൽറ്റ് അലോങ് ദ ഹാർട്ട്. ഇന്ത്യക്ക് അഭിമാനിക്കുന്ന രീതിയിൽ ഉള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരുന്നു എന്നത് 45 വർഷമായി IAS-ൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും. സർ, അതേപോലെ തന്നെ സർ സൂചിപ്പിച്ചതുപോലെ ഗംഗമാതാവാണ്. ഗംഗയും യമുനയും സരസ്വതിയും എല്ലാം സംഗമിക്കുന്ന ആ പുണ്യതീർത്ഥത്തിൽ ഇറങ്ങി സ്നാനം ചെയ്ത് സൂര്യഭഗവാനെ ധ്യാനിച്ച് ആ നിമിഷത്തെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? ദൈവദത്തമായ ഒരു അസുലഭ നിമിഷം ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഗംഗയിൽ മുങ്ങുമ്പോൾ എല്ലാ പാവങ്ങളും ഇല്ലാതാവുന്നു എന്നൊരു സങ്കല്പമുണ്ട്. അതുവരെ സ്വാർത്ഥചിന്തയിൽ നിന്ന് വരുന്നതല്ല. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ആകെത്തുക ആണ് ഈ ഗംഗാസ്നാനമെന്ന് ഞാൻ കരുതുന്നു. വസുധൈവ കുടുംബകം, ലോകമേ തറവാട്, അതുപോലെ തത്വമസി, ഇതിൻ്റെയൊക്കെ പൊരുൾ, അഹം ബ്രഹ്മാസ്മി, ഇതിൻ്റെയൊക്കെ പൊരുൾ തേടി സാധാരണ ജനങ്ങളാണ് അവിടെ എത്തുന്നത്. ആരും പറഞ്ഞിട്ട് വരുന്നതല്ല. സ്വമേധയാ ഒരു വലിയ ജനത ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി എത്തുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാധനയാണ്. ഇന്ത്യയെപ്പോലുള്ള ഒരു പൈതൃകത്തിന് മാത്രമേ അതിന് കഴിയൂ എന്നെനിക്ക് തോന്നുന്നു. സർ, അതുപോലെ തന്നെ വലിയ ക്രമീകരണങ്ങളാണ് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന അവിടുത്തെ ശുചീകരണങ്ങൾ, അവിടുത്തെ മറ്റു വരുന്നവരുടെ താമസ സൗകര്യം, യാത്രാ സൗകര്യം, അതെല്ലാം തന്നെ വലിയ രീതിയിൽ ആകർഷകം നൽകുന്നതൊന്നും തന്നെ ആയിരുന്നില്ലേ? ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇതുപോലുള്ള പല വലിയ പ്രസ്ഥാനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നത് അതിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. ഇത്ര ഭംഗിയായി, ഇത്ര വിശദാംശങ്ങൾ കൈകാര്യം ചെയ്ത് ഉള്ളൊരു നടപടിക്രമം മറ്റൊരിടത്ത് ഞാൻ കണ്ടിട്ടില്ല. ഏത് നിലയിൽ നോക്കിയാലും സാധ്യമായതെല്ലാം സാധ്യമായ രീതിയിൽ വളരെ ഭംഗിയായി അവിടെ നിർവഹിച്ചിരുന്നു. എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. അവിടെ ശുചിത്വത്തിൻ്റെ കാര്യത്തിലായാലും വരുന്ന ഈ വലിയ ആൾക്കൂട്ടത്തിന് സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലായാലും എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ച് അത്യന്താധുനികമായ മാർഗങ്ങൾ ഉപയോഗിച്ച് അവിടെ പറയുന്നത് തന്നെ മഹാകുംഭ് ഡിജിറ്റൽ കുംഭ് എന്നാണ്. അത് ഭക്തി, യുക്തി, ഡിജിറ്റൽ കുംഭാണത്. എല്ലാവിധ ആധുനിക സങ്കേതങ്ങളും ഉപയോഗിച്ച് ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ഇന്ത്യയുടെ മഹാനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെയും അതുപോലെ ശ്രീ യോഗി ആദിത്യനാഥിൻ്റെയും അർപ്പണ മനോഭാവവും ക്രാന്തദർശിത്വവും വ്യക്തമായി തെളിയിച്ചു കാണുന്നുണ്ട്. സർ, ഇതുപോലെ തന്നെ ഈ കുംഭമേളയിൽ ഏറ്റവും ആകർഷകമായ ഒന്ന്, ഏറ്റവും കൂടുതൽ മലയാളികൾ കൂടി ഇത്തവണ പങ്കെടുക്കാനായി എത്തി എന്നതാണ്. കാരണം 144 വർഷത്തിന് ശേഷം നടക്കുന്നതാണ്. ഒരു തലമുറയ്ക്ക്, ഒരു പുരുഷായുസിനും അപ്പുറത്തേക്ക് നടക്കുന്ന കാര്യങ്ങളാണ്. അതിനെ എങ്ങനെയാണ് മലയാളികളുടെ ഒരു സാന്നിധ്യത്തെ കാണുന്നത്?
മലയാണ്മയുടെ ഭാഗമാണ് ഈശ്വരവിശ്വാസം. അതുപോലെ ലോകമേ തറവാട് എന്ന് കാണുന്ന ആ ചൈതന്യം, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മലയാളികൾ ധാരാളമായി ഇതിൽ പങ്കെടുക്കുന്നു. കേരള തനിമയുടെ ബഹിർഗമനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എത്രയൊക്കെ സംഘർഷങ്ങൾ ചുറ്റുപാടുമുണ്ടായാലും ശരി, ഈശ്വര സന്നിധിയിൽ നാം എല്ലാം ഒന്നാണ്, അതായത് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന് ലോകത്തോട് വിളിച്ചറിയിച്ച ശ്രീ ശങ്കരാചാര്യർ, അദ്ദേഹം കേരളത്തിൽ നിന്നാണ്. ഏതാണ്ട് ആ ആധ്യാത്മിക ചൈതന്യം ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന രീതിയിലാണ് മലയാളികളുടെ കൂടുതൽ ആയി വന്നിട്ടുള്ള ഭാഗഭാഗിത്വത്തിൽ നാം മനസ്സിലാക്കുന്നത്. സർ, അതുപോലെ തന്നെ ഈ ഗംഗാ സ്നാനത്തെയൊക്കെ തന്നെ അത്ര പുണ്യമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രമുഖരെല്ലാവരും കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ തന്നെ ഗംഗാ സ്നാനത്തെയൊക്കെ തന്നെ വളരെ വില കുറച്ച് കാണുന്ന ഇതൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതാണ് ഭാരതത്തിൻ്റെ മഹത്വം, നാനാത്വത്തിൽ ഏകത്വം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ടാവും. രാഷ്ട്രീയമായി ഈ ഇന്ത്യയിൽ നടക്കുന്ന ഏത് കാര്യത്തെയും വിശകലനം ചെയ്യാനും ഓരോ രാഷ്ട്രീയ കക്ഷികളുടെയും വിചാരധാരയ്ക്ക് അനുസൃതമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്, ഇന്ത്യയിലെ മനുഷ്യരുടെ ജനങ്ങളുടെ മനസ്സ് നൽകുന്നുണ്ട്. അതുകൊണ്ട് എതിർപ്പുകളെ നാം വലിയ പ്രതിബന്ധമായി കാണേണ്ടതില്ല. ഈ പ്രതിബന്ധങ്ങളെയൊക്കെ പ്രോത്സാഹനമായി മാറ്റാനുള്ള ആന്തരിക ശക്തി ഭാരതത്തിനുണ്ട്. അതാണ് ഇവർ കണ്ടത്. ഈ കുംഭമേളയെ ചിലരൊക്കെ വിശേഷിപ്പിച്ചു ഇത് മൃത്യുമേളയാണ്. പക്ഷെ മൃത്യുമേളയല്ല, മുക്തിമേളയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. 52 കോടി ജനങ്ങൾ കാണുന്നത്. അപ്പോൾ 52 കോടി ജനങ്ങൾ ഒരു സ്ഥലത്തും 1, 2, 3, 4 നേതാക്കൾ മറ്റൊരു വശത്തും ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ കുംഭമേള ഇനി അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. വീണ്ടും അങ്ങോട്ടൊരു യാത്ര കൂടി വേണമെന്ന് മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടോ? നിശ്ചയമായും ആഗ്രഹിക്കുന്നുണ്ട്. പോകാൻ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. എന്തായാലും വീണ്ടും അദ്ദേഹത്തിന് കുംഭമേളയിൽ പങ്കെടുക്കാനും ഗംഗാസ്നാനം നടത്താനും ഒക്കെയുള്ള ഭാഗ്യം ജഗദീശ്വരൻ മഹാദേവൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുമുള്ളത്. എന്തായാലും കുംഭമേള അത് ഭാരതത്തിൻ്റെ സംസ്കാരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കൊച്ചിയിൽ നിന്നും അഖിൽ പാലോട്ടുമഠം, ജനം.